ആമേ. ഇനി വേറൊരാൾ, വേറൊരു സാഹചര്യം, വേറെന്തോ കാരണത്താൽ ആമേൻ ഉണ്ടായ സങ്കടമാണെങ്കിലും അതെല്ലാം അറിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, നമ്മുടെ സങ്കടങ്ങൾ എണ്ണി എണ്ണി അറിയുന്നൊരു ദൈവം, നമ്മുടെ സങ്കടങ്ങൾ എണ്ണി എണ്ണി അറിയുന്ന ദൈവം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സ്വാഭാവികമായി വന്ന സങ്കടമാകാം. എങ്ങനാ സ്വാഭാവികമായി വന്ന സങ്കടമാകാം. എന്നാൽ വേറൊരാൾ നമ്മെ തല്ലി വേദനിപ്പിച്ചാൽ, വേറൊരാൾ നമ്മുടെ നന്മയെ മുടക്കിയാൽ, വേറൊരാൾ നമ്മൾ സങ്കടപ്പെടത്തക്ക രീതിയിൽ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമുക്കെതിരെ പ്രവർത്തിച്ചാൽ, സംസാരിച്ചാൽ അതിലൂടെ വരുന്ന സങ്കടങ്ങളുണ്ട്. അതാ ഞാൻ ആവർത്തിച്ച് പറയുന്നത്. സ്തോത്രം. സ്വാഭാവികമായി വന്ന സങ്കടങ്ങളാകാം, മറ്റു ചിലരാൽ വന്ന സങ്കടങ്ങളാകാം. എന്തു തന്നെയാണെങ്കിലും അറിയുന്നൊരു ദൈവം നമുക്കുണ്ട്. നമ്മെ അറിയുന്നൊരു ദൈവം നമുക്കുണ്ട്. നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അടുത്ത പുറപ്പാടിൻ പുസ്തകം അടുത്ത വാക്യം 3-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? വായിച്ചേ. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നു വിടുവിപ്പാനും. നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് മോശ എന്ന് പറയുന്ന മനുഷ്യനോട് ദൈവം അരുളി ചെയ്യുകയാണ്. എന്തൊക്കെ അരുളി ചെയ്തേ? എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു അല്ലേ, അവരുടെ ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി കേട്ടു, അവരുടെ സങ്കടങ്ങൾ അറിയുന്നു എന്നൊക്കെ പറഞ്ഞ ദൈവം അടുത്ത് പറയുക മിസ്രയീമ്യരെ, അവരെ, ആരെ? എൻ്റെ ജനത്തെ, കഷ്ടത അനുഭവിക്കുന്ന ജനത്തെ, നിലവിളിക്കുന്ന ജനത്തെ, ഞാൻ അറിയുന്ന എൻ്റെ ജനത്തെ. നമുക്ക് മനസ്സിലായി? ഞാൻ അറിയുന്ന എൻ്റെ ജനത്തെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും. ശ്രദ്ധിക്കണം. ഇന്ന് ഈ സങ്കടമൊക്കെ വരാൻ, ഈ നിലവിളിക്കൊക്കെ കാരണം, ഈ സ്തോത്രം ആമേൻ കഷ്ടതയ്ക്കൊക്കെ കാരണം എൻ്റെ ജനം ഇന്ന് എവിടെ ഇരിക്കുക? മിസ്രയീമ്യരുടെ കയ്യിലിരിക്കുക. ഞാൻ എൻ്റെ ജനത്തെ ആ മിസ്രയീമ്യന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് ഒരു സ്തോത്രം പറഞ്ഞേ. ഒന്ന് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ? ഒരു വിടുതൽ ഇന്ന് രാത്രി കർത്താവ് വഹിക്കാൻ പോവാ. ആമേ. നിന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിന്നെ നിലവിളിക്കാൻ കാരണമുണ്ടാക്കുന്ന, നിന്നെ സങ്കടപ്പെടുത്തുന്ന ആ മിസ്രയീമിന്റെ കരത്തിൽ നിന്ന് എൻ്റെ ദൈവം ഈ നാളുകളിൽ നിന്നെ വിടുവിച്ച്, അടുത്ത് ആ ദേശത്ത് നിന്ന്, ഏത് ദേശത്താ? ഇന്ന് കിടക്കുന്ന, ഇന്ന് കഷ്ടത അനുഭവിക്കുന്ന ദേശമുണ്ടല്ലോ, ഇന്ന് ഊഴിയ വിചാരകന്മാർ നിമിത്തം നിലവിളിക്കുന്ന ദേശമുണ്ടല്ലോ, ഇന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദേശമുണ്ടല്ലോ, ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തിലേക്ക്, നല്ലതും വിശാലവുമായ ദേശത്തിലേക്ക്. ഞാൻ അതിനെ രാത്രി ഇങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നു. കഷ്ടതയിൽ നിന്ന്, ഹലോ, കഷ്ടതയിൽ നിന്ന്, നിലവിളിയുള്ള കഷ്ടതയിൽ നിന്ന്, നിലവിളിയിൽ നിന്ന്, സങ്കടത്തിൽ
നിന്ന് എങ്ങനെ നല്ലതും വിശാലവും പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് ഞാൻ എൻ്റെ ജനത്തെ കൊണ്ടുപോകാൻ പോകുകയാണ്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പല വിഷയത്തിലും നീ സങ്കടപ്പെട്ടിരിക്കുക, ഇന്ന് പല വിഷയത്തിലും നീ ദുഃഖിച്ചിരിക്കുക, ഇന്ന് നീ കഷ്ടത അനുഭവിക്കുക, ഇന്ന് നീ നിലവിളിയോടെ ദൈവത്തിന് പലപ്പോഴും ഇരിക്കുക. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നല്ലതും വിശാലവും പാലും തേനും ഒഴുകുന്ന ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു വാഗ്ദത്തത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പോകുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഇന്നു രാത്രി ശത്രുവിന്റെ കരത്തിൽ നിലവിളിയുണ്ട്. ശത്രുവിന്റെ കരത്തിനകത്തു ഇരുന്നാൽ സങ്കടപ്പെടേണ്ടി വരും. അവൻ ശത്രുവിന്റെ കരത്തിലിരുന്ന അടിമത്തമുണ്ട്. ആമേൻ ഹല്ലേലൂയ. അവൻ ശത്രുവിന്റെ കരത്തിലിരുന്നാൽ അതിഭയങ്കരമായ ഭാരം നിന്നെ ഭരിക്കും. പക്ഷെ ഇന്നു രാത്രി അവൻ നല്ലതും വിശാലവും ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരവുമുള്ള ഒരു തലത്തിലേക്ക് ഈ രാത്രി നീ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ആരാധനയും, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയാനിടയായി, ആമൻ ആനന്ദത്തിന്റെ ഘോഷം, ആമൻ നീതിമാന്റെ കൂടാരത്തിലേക്ക് ആനന്ദത്തിന്റെ ഘോഷം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, എൻ്റെ ദൈവം ഇന്നായിരിക്കുന്ന നിലവിളിയിൽ നിന്ന്, ഇന്നായിരിക്കുന്ന ഞെരുക്കത്തിൽ നിന്ന്, ഇന്നായിരിക്കുന്ന സങ്കടത്തിൽ നിന്ന്, ഇന്നായിരിക്കുന്ന കഷ്ടത്തിൽ നിന്ന് എൻ്റെ ദൈവം നല്ലതും വിശാലവുമായൊരു മണ്ഡലത്തിലേക്ക് അവൻ നിന്നെ കരം പിടിച്ച് കൊണ്ടുപോകാൻ ഇന്ന് രാത്രി അവൻ ഇറങ്ങി വന്നിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം, അവരെ കൊണ്ടുപോകുവാനും. ആരാ കൊണ്ടുപോകുന്നേ? ആരാ കൊണ്ടുപോകുന്നേ? അക്ഷരികമായി നോക്കിയാൽ മോശയാ. പക്ഷെ എൻ്റെ തമ്പുരാൻ പറയുവാ മോശയോട്, എടാ ഞാൻ ഇറങ്ങി വന്നിരിക്കുക കൊണ്ടുപോകാൻ. എവിടെ? എവിടെ? മിസ്രയീമിന്റെ കൈക്കകത്തിരിക്കുന്ന എൻ്റെ ജനത്തെ വിടുവിച്ച്. ഒരു ഗ്ലോറി പറഞ്ഞേ, ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി മിസ്രയീമിന്റെ കരത്തിനകത്തിരിക്കുന്ന എൻ്റെ ജനത്തെ വിടുവിച്ച്, ഇന്ന് നീ ഇരിക്കുന്ന സങ്കടത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച്, ഇന്ന് നീ ഇരിക്കുന്ന കഷ്ടതയിൽ നിന്ന് നിന്നെ വിടുവിച്ച്, ഇന്ന് നീ ആയിരിക്കുന്ന നിലവിളിയിൽ നിന്ന് നിന്നെ വിടുവിച്ച് എൻ്റെ വാഗ്ദത്തത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ. കേൾക്കുന്നവർ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. കൊണ്ടുപോകാൻ, കൊണ്ടുപോകാൻ, ദൈവം കൊണ്ടുപോകാൻ. ഒരു മനുഷ്യനല്ല കേട്ടോ. ഇന്ന് രാത്രി ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവൻ നമ്മെ കൊണ്ടുപോകാൻ പോവാ. അവൻ നമ്മെ കൊണ്ടുപോകാൻ പോവാ യേശുവിൻ നാമത്തിൽ. ഇന്ന് രാത്രി എനിക്കറിയില്ല, കർത്താവ് എൻ്റെ അധരത്തിൽ ഒരു വാക്ക് ഇങ്ങനെ കർത്താവ് തരുന്നു. ഒരു ഭയങ്കര ഷിഫ്റ്റിംഗ് നടക്കാൻ പോകുകയാണ്. ഒരു ഭയങ്കര ഷിഫ്റ്റിംഗ് നടക്കാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. എന്തോ 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 ഒരു മാറ്റം പോലെ അവൻ പൊക്കിയെടുത്ത് ഒരിടത്തുനിന്ന് ഉയർത്തിയെടുത്ത് മറ്റൊരിടത്തേക്ക് വയ്ക്കുന്നത് പോലെ, ഒരിടത്തു നിന്ന് പിഴുത് മറ്റൊരിടത്തേക്ക് നല്ലതും വിശാലവുമായ ഇടത്തേക്ക്, വാഗ്ദത്തമുള്ള ഇടത്തേക്ക് നടുന്നത് പോലെ ഇന്ന് രാത്രി in the name of Jesus ഒരു major shifting. Glory. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
ഒരു ഷിഫ്റ്റിംഗ് നടക്കട്ടെ, ഒരു ഷിഫ്റ്റിംഗ് നടക്കട്ടെ. യെസ്, ഇന്ന് രാത്രി ഒരു ഷിഫ്റ്റിംഗ് നടക്കട്ടെ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു ഷിഫ്റ്റിംഗ് നടക്കട്ടെ. എവിടെയൊക്കെയോ ഏതൊക്കെയോ വിഷയങ്ങളിൽ ഇന്ന് രാത്രി ഷിഫ്റ്റിംഗ് നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ഇനി ശ്രദ്ധിക്കണം, അവിടെ കാണുന്നത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞല്ലേ. കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഇതിനിടയിൽ കുറച്ച് പേരുണ്ട്, കുറച്ച് പേരുകളുണ്ട്. ദൈവം പറഞ്ഞു ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു കൊണ്ടുപോകാൻ, അല്ലേ? പക്ഷെ ഇതിനിടയിൽ ചില പേരുകളുണ്ട്. എന്താ പേരുകൾ? വായിച്ചേ. എന്തൊക്കെയാ? കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക്. എന്തിന്ന് രാത്രി മനസ്സിലായി? ഇന്ന് രാത്രി കർത്താവ് പറയുന്നു ചിലതിനെയൊക്കെ മാറ്റിയിട്ട്, ചിലതിനെയൊക്കെ നീക്കിയിട്ട്. ഇന്ന് രാത്രി ഒരു പ്രോഫറ്റിക് വേർഡായി ഈ രാത്രി ഞാൻ ഇതിനെ റിലീസ് ചെയ്യട്ടെ. ചിലതിനെയൊക്കെ നീക്കിയിട്ട് ദൈവം നിന്നെ നടാൻ പോവാ. ഓ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ആകാശത്തിൻ്റെ കീഴെ നിന്ന്, ഭൂമിക്ക് മീതെ നിന്ന് കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരെ ഞാൻ നീക്കിയിട്ട് അവിടെ ഞാൻ നിന്നെ ആക്കാൻ പോവാ. ഓ, ഒരു സ്തോത്രം പറഞ്ഞാണ്ട് കർത്താവ് ചിലതിനെയൊക്കെ നീക്കിയിട്ട് ആ സ്ഥലത്ത് ദൈവം അവരെ ആക്കി. ഇനി 9-ാം വാക്യം. ആകയാൽ ഇന്ന് രാത്രി ദൈവം തന്ന വാക്കിതാണ്. ഈ മേളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ദൈവത്തിന് ചെയ്യണം. ദൈവം ചെയ്യും. ദൈവം ചെയ്യാൻ പോവാ. വിശ്വാസമുണ്ടോ? എന്തൊക്കെയാണ് ദൈവം ചെയ്ത മേളിൽ പറഞ്ഞേ? കഷ്ടത കണ്ടു, നിലവിളി കേട്ടു, സങ്കടം അറിഞ്ഞു. കനാന്യർ, അല്ലേ? കുറച്ച് പേരുടെ പേര് പറഞ്ഞിട്ട് അവരുടെ ദേശത്തേക്ക്, അവരുടെ സ്ഥലത്തേക്ക്, മിസ്രയീമിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ജനത്തെ ഞാൻ വിടുവിച്ചിട്ട് ഞാൻ അവർക്ക് കൊടുക്കും. അഥവാ അവരെ കൊണ്ടുപോയി അവിടെ ആക്കും, അല്ലേ? ഇതൊക്കെ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ചെയ്യുക തന്നെ ചെയ്യും. എന്നാൽ ഇന്ന് രാത്രി ദൈവം എനിക്ക് തരുന്നൊരു ദൂത് ഇതാണ്. ഞാനിതൊക്കെ ചെയ്യുമ്പം നൈൽ നദിയിൽ, ശ്രദ്ധിച്ച് കേൾക്കണം, ഇന്ന് രാത്രി ദൂത് പറയാൻ പോവാ. നൈൽ നദിയിൽ ഫറവോന്റെ കൽപ്പന നിലനിന്നപ്പോ ലേവ്യ കുടുംബത്തിനകത്ത് ജനിച്ചു വീണ നീ എന്ന വ്യക്തിയെ ആ നൈൽ നദിയിൽ ഫറവോന്റെ കൽപ്പനയ്ക്കനുസരിച്ച് വലിച്ചെറിഞ്ഞിട്ടും നൈൽ നദിക്ക് ഒഴുക്കി കൊണ്ടുപോകാൻ വിട്ടുകൊടുക്കാതെ പല ആവർത്തി മരണം നിന്റെ ഫേസ് ടു ഫേസായി വന്ന് നിന്നിട്ടും ആ മരണത്തിന് നിന്നെ വിട്ടുകൊടുക്കാതെ, അല്ലേ, നിന്നെ കൊന്നുകളയുമെന്ന്, ദേശത്ത് തകർത്ത് കളയുമെന്ന് ഫറവോന്റെ ആധിപത്യങ്ങൾ ആമൻ നിനക്ക് വിരോധമായി ആമൻ സ്തോത്രം എഴുന്നേറ്റ് നിന്നിട്ടും അവയ്ക്കൊന്നും വിട്ടുകൊടുക്കാതെ
നിന്നെ ഇന്ന് എൻ്റെ അഗ്നിയുടെ മുമ്പിൽ, എന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നിന്നെ നിർത്തിയിരിക്കുന്നത് വെറുതെ നിൽക്കാനല്ല, വരിക, എന്റെ ഒപ്പം വരിക. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് പുറപ്പാട് 3:10 വാക്യമാ പറയുന്നേ, ആകയാൽ വരിക. സ്തോത്രം. പല ഒഴുക്കുകൾക്കും നിന്നെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. പല വെല്ലുവിളികൾക്കും നിന്നെ തൊടാൻ ദൈവം വിട്ടുകൊടുത്തില്ല. പല ആധിപത്യങ്ങൾക്കും നിന്നെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആരെല്ലാം നിനക്കെതിരായിട്ടും അവിടെയെല്ലാം നിന്നെ ഞാൻ അതിൽ നിന്നെല്ലാം വിടുവിച്ച് ഇന്നും നിന്റെ ദേശത്തിന്റെ നടുവിൽ നീ അറിയാത്ത മണ്ഡലങ്ങളിലൂടെ ഞാൻ നിന്നെ നടത്തി ഇന്നെന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നിന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ആകയാൽ വരിക. ഇന്ന് രാത്രി ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു, ഞാൻ നിന്നെ അയക്കാൻ പോകുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാൻ പോകുന്നു, എന്റെ കരം നിന്റെ മേൽ ഇരിക്കും, നിന്നിലൂടെ ഞാൻ ചെലവ് ചെയ്യും. ഇന്ന് രാത്രി ദൈവമാരോടൊക്കെയോ സംസാരിക്കുന്നു. വെറുതെ നിന്നുകൊടുക്ക്. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നിന്നുകൊടുക്ക്. ദൈവം പറയുന്നത് പോലെ നിന്നു നോക്ക്. അവൻ ഈ ദിവസങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ലോക ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരധികാരത്തോടെ യേശുവിൻ നാമത്തിൽ പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ആരും ചെയ്യാത്തത് പോലെ ചെങ്കടലുകളെ വിഭാഗിക്കാൻ നിന്റെ കരത്തെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നു. Oh, we praise you, Lord. We praise you, Lord. Hallelujah. 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 വരിക വരിക വരിക. ആകയാൽ വരിക. എൻ്റെ ജനത്തിൻ്റെ നിലവിളിക്ക്, എൻ്റെ ജനത്തിൻ്റെ നിലവിളി മാറ്റാൻ, അവരുടെ കഷ്ടതയെ നീക്കാൻ, അവരുടെ സങ്കടങ്ങളിൽ നിന്ന് വിടുതൽ കൊടുക്കാൻ നീ വരിക. ഞാൻ നിന്നോട് കൂടെ ഇരിക്കാൻ പോകുകയാണ്. 10 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആമേ, ഞാൻ നിന്നെ അയക്കും, ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, നീ വരിക, ഞാൻ നിന്നെ അയക്കും, ഞാൻ നിന്നെ അയക്കും. വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ നിന്നെ അയക്കും. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ദൂതത്തെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ നിന്നെ അയക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കഷ്ടതയുടെയും നിലവിളിയുടെയും സങ്കടത്തിന്റെയും ഊഴിയ വിധാരകന്മാർ നിമിത്തമുള്ള ആമേൻ പ്രതിസന്ധികളുടെയും ഞെരുക്കത്തിന്റെ നടുവിൽ ഇരിക്കുന്ന എന്റെ ജനത്തെ നല്ലതും വിശാലവുമായ വാഗ്ദത്തത്തിന്റെ ദേശത്ത് നടാൻ വേണ്ടി ഞാൻ നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ചിലതിന്റെയൊക്കെ ലൈഫിന് ഒരു ഭയങ്കര ചേഞ്ച് വരുത്താൻ എന്റെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ആരുടെയൊക്കെ ലൈഫിൽ ഒരു ഭയങ്കര ചേഞ്ച് വരുത്താൻ, ആരുടെയൊക്കെ ലൈഫിൽ ഒരു ഭയങ്കര ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ എൻ്റെ ദൈവം നിന്നെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. വരിക. എന്തോ ഇന്ന് രാത്രി കർത്താവ് പറയുന്നതിന്റെ അർത്ഥം എന്നറിയോ? ഞാൻ ഇറങ്ങി വന്നിരിക്കുക, നീ എന്റെ കൂടെ വരിക. എത്രപേർക്ക് മനസ്സിലായി? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു, പക്ഷെ നീ എന്റെ കൂടെ വരിക. എന്റെ ഒപ്പം നിൽക്കാൻ, എനിക്ക് വേണ്ടി നിൽക്കാൻ എനിക്കൊരു മാമൻ വ്യക്തിയെ വേണം. എനിക്ക് വേണ്ടി സംസാരിപ്പാൻ എനിക്കൊരു മാവിനെ വേണം. അതെത്ര വിക്കുള്ള മാവാണെങ്കിലും ഇന്ന് രാത്രി നീക്കാൻ തയ്യാറാണെങ്കിൽ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഞാൻ തയ്യാറാ, ഞാൻ തയ്യാറാ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. പക്ഷെ കർത്താവ് പറയുന്നു വരിക. ഇന്ന് രാത്രി ആരെയൊക്കെ നോക്കി കർത്താവ് വിളിക്കുക? വരിക. ഇന്ന് രാത്രി ചില മേഖലകളിലേക്ക് നീ വരിക. ഒരിക്കൽ നീ ഇവിടെ നിന്ന് ഓടിയതല്ലേ? ഒരിക്കൽ നീ ഇവിടം വിട്ട് ഓടിയതല്ലേ? അതേ സ്ഥലത്തേക്ക് കർത്താവ് വിളിക്കുക, നീ വരിക. ഈ പ്രാവശ്യം നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞാൻ നിൽക്കും, നിന്റെ കൂടെ ഞാൻ ഇരിക്കും. എൻ്റെ സാന്നിധ്യം നീ അറിയും, എൻ്റെ സാന്നിധ്യം നീ അറിയും. എത്രപേർക്ക് വിശ്വസിക്കാൻ കഴിയും ഇന്ന് രാത്രി? ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം പ്രകാരം ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ അടച്ച് ഹല്ലേലൂയ. എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ചിലരുടെയൊക്കെ സങ്കടങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ, ആമേൻ. ചിലരുടെയൊക്കെ കഷ്ടതകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ, ചിലതിനെയൊക്കെ ചില ഞെരുക്കങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. പക്ഷേ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഞാൻ അതിനു വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത് നിന്നെയാണ് മോശേ, നിന്നെയാണ് മോശേ. ഞാൻ വെള്ളത്തിന് നിന്നെ വിട്ടുകൊടുത്തില്ല, നൈൽ നദിക്ക് ഞാൻ നിന്നെ വിട്ടുകൊടുത്തില്ല, ഫറവോൻ്റെ കരത്തിന് ഞാൻ നിന്നെ വിട്ടുകൊടുത്തില്ല. എന്താണെന്നറിയോ? അവയ്ക്കൊന്നും നിന്നെ വിട്ടുകൊടുക്കാതെ എന്താ ദൈവമേ ഇന്ന് രാത്രി ഞാൻ നശിച്ചു പോകാത്തെ? എന്താ ഈ ഒഴുക്ക്, ശക്തമായ ഒഴുക്കുള്ള ഈ നൈൽ നദിയിൽ ഞാൻ ഒഴുകിപ്പോകാത്തെ? എന്താ എൻ്റെ പ്രാണൻ നഷ്ടപ്പെടാത്തെ? എന്താ എനിക്കൊന്നും സംഭവിക്കാത്തെ എന്ന് നീ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നിന്നോട് പറയുന്നു, എനിക്ക് നിന്റെ മേലൊരു പദ്ധതി ഉണ്ടായിരുന്നു. നീ നശിച്ചു പോകാത്തതിൻ്റെ കാരണം എനിക്ക് നിന്റെ മേലൊരു പദ്ധതി ഉള്ളത് കൊണ്ടാ. നൈൽ നദിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം നിന്റെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ പോലെ ഒരുപക്ഷെ വേറെ ആർക്കും വന്നിട്ടില്ലായിരിക്കും. ആമേൻ. നിന്റെ ജീവിതത്തിൽ വന്ന ആമേൻ ഞെരുക്കങ്ങൾ പോലെ മറ്റാർക്കും വന്നിട്ടില്ലായിരിക്കാം. ആമേൻ, സ്തോത്രം. ആമേൻ. പലപ്പോഴും നീ പറയുന്നുണ്ടാകും, പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അതിനൊന്നിനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തത്, അവയ്ക്കൊന്നും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് എൻ്റെ ദൈവത്തിന് നിന്റെ മേൽ ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാ. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരുതല്, ദൈവത്തിൻ്റെ സംരക്ഷണ ഈ ദിവസങ്ങൾ നിന്റെ മേൽ കഴിഞ്ഞ നാളുകൾ ഉണ്ടായിരുന്നത് എന്താണെന്നറിയോ? ദൈവം പരിപാലിച്ചത് എന്താണെന്നറിയോ? ഇന്ന് രാത്രി കർത്താവ് നിന്നെ വിളിക്കുന്നു, വരിക. ഞാൻ നിന്നെ അയക്കുവാൻ ആഗ്രഹിക്കുന്നു. വരിക. ഞാൻ നിന്നെ അയക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നെ അയക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നെ അയക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിച്ചാട്ടെ. ഇന്ന് രാത്രി നീ പോകാൻ തയ്യാറായാൽ, കർത്താവ് എന്നോട് ഇങ്ങനെ പറയുന്നു, നീ പോകാൻ തയ്യാറായാൽ, നീ മിസ്രയീമിൽ നിന്ന് തിരിച്ചു വരുമ്പം ആ അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്,
നിങ്ങളാരും വെറും കൈയായി വരത്തില്ല, വെറും കൈയായി വരത്തില്ല. നീ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരം, നീ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ഞാൻ നിനക്ക് നൽകുമെന്ന് ഇന്ന് രാത്രി കർത്താവ് ഉറപ്പു തരുന്നു. കഴിഞ്ഞ നാളുകളിൽ ശത്രു പിടിച്ചു വെച്ച നന്മകളെല്ലാം ഞാൻ ഇരട്ടിയായി നിനക്ക് ഞാൻ മടക്കി തരുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഹല്ലേലൂയ. നിനക്ക് നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ കൊത്തവണ്ണം, നിനക്ക് നഷ്ടപ്പെട്ട നന്മകൾ കൊത്തവണ്ണം, നിനക്ക് നഷ്ടപ്പെട്ട സമയത്തിനൊത്തവണ്ണം എൻ്റെ ദൈവം ചിലത് നിനക്ക് ഇരട്ടിയായി മടക്കി നൽകുമെന്ന്. എത്ര പേര് രാത്രി പ്രതികരിക്കുന്നു? വെറും കൈയോടെ വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. നീ അറിയാത്ത നന്മകൾ, നീ ചിന്തിക്കാത്ത നന്മകൾ യേശുവിന്റെ നാമത്തിൽ മിസ്രയീമിന്റെ സമ്പത്തിനെ ഞാൻ നിന്റെ കയ്യിൽ തരാൻ പോകുകയാണ്. മിസ്രയീമിന്റെ സമ്പത്തിനെ ഞാൻ നിന്റെ കയ്യിൽ തരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ അനുഭവിക്കുന്നു ഈ വചനത്തിൻ്റെ ശക്തി. ഏതൊക്കെയോ മേഖലകളിൽ ഇന്ന് രാത്രി ചലിക്കുമ്പോൾ ഞാൻ ശക്തമായി അത് ഫീൽ ചെയ്യുന്നു. ഞാൻ ആ ഒരു ദൈവ സാന്നിധ്യം ഞാൻ ഇന്ന് രാത്രിയിൽ വളരെ നന്നായി ഫീൽ ചെയ്യുന്നു. എനിക്കറിയില്ല, കർത്താവിനോട് ഇങ്ങനെ പറയുന്നു, നാളുകളായി പിശാച് പിടിച്ചു വെച്ച എന്തൊക്കെയോ ഇന്ന് രാത്രി കർത്താവ് അതിനെ റിലീസ് ചെയ്യുകയാണ്. ഇന്ന് രാത്രി റിലീസ് ചെയ്യുകയാണ്. നാളുകൾ കൊണ്ട് പിശാച് പിടിച്ചു വെച്ച ചില നന്മകൾ, നാളുകൾ കൊണ്ട് പിശാച് തടഞ്ഞു വെച്ച ചില നന്മകൾ നിന്റെ കയ്യിൽ വരാതെ, നിന്റെ കയ്യിൽ കിട്ടാതെ എത്രയോ നാളുകൾ കൊണ്ട് പിശാച് വർഷങ്ങൾ കൊണ്ട് മുടക്കി വെച്ചത് ഈ രാത്രി റിലീസ് ആകുന്നു. In the name of Jesus. വിശ്വസിക്കുന്നവർ രാത്രി ഏറ്റെടുത്ത് പ്രതികരിക്കുക. I receive it, I receive it, I receive it.